മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് സോനു. ഞാൻ ചെങ്ങന്നൂരിൽ വന്നു. ദൈവത്തിൻ്റെ സാക്ഷിയാകാൻ തീരുന്ന വലിയ അവസരത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞാനിപ്പോൾ BA പഠിക്കുകയാണ്. കഴിഞ്ഞ മാർച്ചിൽ എൻ്റെ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ എക്സാം ആയിരുന്നു. ക്വസ്റ്റ്യൻ ഭയങ്കര പാടായിരുന്നു. ജയിക്കുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയില്ലായിരുന്നു. അപ്പോൾ ഞാൻ പാസ്റ്ററിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ പാസ്റ്റർ പറഞ്ഞു, നീ ജയിക്കും, ഭയപ്പെടേണ്ട, പോയി എക്സാം എഴുതിക്കോളാൻ പറഞ്ഞു. അങ്ങനെ എക്സാം എഴുതിയിട്ടും ഭയങ്കര പേടിയായിരുന്നു, കാരണം ജയിക്കുമെന്ന് ഒരു പ്രതീക്ഷയില്ലായിരുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ച എൻ്റെ റിസൾട്ട് വന്നു. 34 പേര് എഴുതിയതിൽ എൻ്റെ ക്ലാസ്സിൽ 7 പേരാണ് പാസ്സായത്. അതിലൊരാൾ ഞാനായിരുന്നു. അതുപോലെ എനിക്ക് സംസ്കൃതം ഒന്നും അറിയത്തില്ലായിരുന്നു. എന്നോട് സാർ എപ്പോഴും, ഞാൻ യേശുവിനെക്കുറിച്ച് പറയുമ്പോൾ എന്നോട് സാർ എപ്പോഴും പറയും, നിൻ്റെ ദൈവം അത്ര വലുതാണെങ്കിൽ നിൻ്റെ പേപ്പറിൽ കാണാൻ പറയും. അങ്ങനെ സംസ്കൃതത്തിന് റിസൾട്ട് വന്നപ്പോൾ 85% മാർക്ക് തന്നു. എൻ്റെ കഴിവോ മിടുക്കോ സാമർഥ്യം ഒന്നുമല്ല, ദൈവം തന്ന വലിയ നന്മ മാത്രം. ഈ മോള് അവൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ യേശുവിനെ കുറിച്ച് പറയും, ആരോടും പറയും യേശുവിനെ കുറിച്ച്. ഈ സാറന്മാർ തിരിച്ചു ചോദിക്കും, നീ എന്തിനാ ഇങ്ങനെ യേശുവിനെ കുറിച്ച് പറയുന്നേ? അവൾ പറഞ്ഞു, അവിടെ കുടുംബത്തെ ഇതുവരെ നടത്തിയത് കർത്താവാണ്. നിങ്ങളെ ദൈവത്തെ ഉയർത്തിയ ദൈവം നിങ്ങളെ ഉയർത്തും, ദൈവത്തെ മാനിച്ച ദൈവം നിങ്ങളെ മാനിക്കും. നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്ത് ദൈവത്തെ ഉയർത്തുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ദൂത് പറയുക, ദൈവം നിങ്ങളെ മാനിച്ച് അനുഗ്രഹിക്കുന്ന ഒരസാധാരണ ദിവസം നിങ്ങൾക്കുണ്ടാകും. അവൾക്ക് ദൈവം കൊടുത്ത വിജയത്തിന് ദൈവം മോളെ നിന്നെ അനുഗ്രഹിക്കും. ഐ ബ്ലസ് യു. എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെന്ററിനെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ വന്ദനങ്ങൾ പറയുന്നു. പ്രിയരെ, 2023 ഡിസംബർ മാസം 23-ാം തീയതി എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെന്ററിന്റെ ആരാധന തിരുവനന്തപുരത്ത് ആരംഭിക്കുന്ന കാര്യം ഏറ്റവും സന്തോഷത്തോടുകൂടെ നിങ്ങളെ അറിയിക്കുന്നു. 2023 ഡിസംബർ മാസം 23-ാം തീയതി രാവിലെ 10:30 മണിക്ക് തമ്പാനൂർ ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് അരിസ്റ്റോ ജംഗ്ഷനിൽ ഇന്റർനാഷണൽ അക്കാഡമിയിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ വെച്ച് എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെന്ററിന്റെ ആരാധന ആരംഭിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും ആരാധനയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു.